കാണുന്നത് അങ്കമാലി നഗരസഭ ലോക്കൽ ബോഡി ഗവൺമെൻറ്. ഈ കാണുന്ന പരസ്യങ്ങളെല്ലാം പ്രതിരോധ വകുപ്പ് അല്ലാണ്ട് ആരോഗ്യ വകുപ്പ് അങ്കമാലി താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ ചുമരുകളിൽ വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നതാണ്. വെള്ളത്തിൽ കൂടി പകരുന്ന രോഗങ്ങൾ എന്തെല്ലാം. ഇപ്പോൾ പുതിയതായിട്ട് നമ്മുടെ ഇവിടെ പടർന്നു പിടിക്കുന്ന രോഗമാണ് ഷിഗല്ല. അത് കൂടുതലും വെള്ളത്തിൽ കൂടെ തന്നെയാണ് വരുന്നത്. ശുചിത്വമില്ലാത്ത മാലിന്യജലത്തിലൂടെ വരുന്നു. പിന്നെ എലിപ്പനി, ആളുകളുടെ ജീവന് വരെ ഹാനിയാകുന്ന എലിപ്പനി, മലേറിയ, കോളറ, വയറിളക്കം, അങ്ങനെ നിരവധി രോഗങ്ങൾ, 200-ൽ പരം രോഗങ്ങൾ വെള്ളത്തിൽ കൂടി തന്നെ പകരുന്നതാണ്. ആരോഗ്യവകുപ്പിൻ്റെ രീതിയിൽ തന്നെയുണ്ട്. ഈ കാണുന്ന മലിനജലം അങ്കമാലി കാനകളിലൂടെ, പൊതുക്കാനകളിലൂടെ LF ആശുപത്രിയുടെ അവിടം തുടങ്ങി നോക്കിക്കഴിഞ്ഞാൽ ഈ അങ്കമാലി പട്ടണത്തിൻ്റെ നടുകിലൂടെ ഒഴുകുന്ന കാനയാണ് ഈ കാണുന്നത്. പഴയ മാർക്കറ്റ് റോഡിൽ കൂടെ വളരെ വൃത്തിഹീനമായ സാഹചര്യത്തിൽ വർഷങ്ങളായിട്ട് ഒഴുകുന്ന കാന. പണ്ടുകാലത്ത് നമുക്കറിയാം, പണ്ടുകാലത്ത് അങ്കമാലി പട്ടണത്തിൽ ഇത്രയേറെ സ്ഥാപനങ്ങളോ ഹോട്ടലുകളോ ലോഡ്ജുകളോ മറ്റു സംഭവങ്ങളൊക്കെ കുറവായിരുന്നു. അന്ന് മഴവെള്ളം പോകാൻ വേണ്ടിയാണ് താൽക്കാലികമായ കാനകളൊക്കെ ഉണ്ടായത്. ഈ കാനകൾ ഭൂമിശാസ്ത്രപരമായി അതിൻ്റെ ചെരിവനുസരിച്ച് തോടുകളിലേക്കും പുഴകളിലേക്കും എത്തിപ്പെടുമായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഈ കാണുന്നത്, ഇതിപ്പോൾ ബാബു, മുൻ മന്ത്രി ബാബുവിൻ്റെ വീടിൻ്റെ പരിസരത്തേക്കൂടെ പോണ വെള്ളമാണ് കാണുന്നത്. ഇതെല്ലാം ചെന്ന് എത്തിപ്പെടുന്നത് അങ്കമാലി മാർക്കറ്റിലേക്കാണ്. ഈ കാന വഴി ഈ അങ്കമാലി മാർക്കറ്റിലേക്ക് പോകുമ്പോൾ നിങ്ങൾ അങ്ങാടിക്കടവിൽ നിന്നും ഇറങ്ങുന്ന ആ പരിസരത്തെ കാനയാണ് കാണുന്നത്. ഈ നല്ല വെയിലുള്ള സമയത്തും ഈ മഴയില്ലാത്ത സമയത്ത് ഈ കുത്തൊലിച്ച് വരുന്ന മാലിന്യം നിറഞ്ഞ ഈ വെള്ളമൊക്കെ, ഇതൊക്കെ എവിടെ നിന്നാണ് വരുന്നത് എന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് പരിശോധിക്കേണ്ടത്. ഇതെല്ലാം കുത്തിയൊലിച്ച് ഈ മാലിന്യം നിറഞ്ഞ ഇത് വരുന്നു. നമ്മുടെ ഹോട്ടലുകൾക്കെല്ലാം ലൈസൻസ് കൊടുക്കുമ്പോൾ വ്യക്തമായിട്ട് ഹോട്ടലുകൾക്ക് ലൈസൻസ് കൊടുക്കുമ്പോൾ പറയുന്നുണ്ട്, അത് വെള്ളം മലിനജലം പുറത്തേക്ക് വിടണമെങ്കിൽ ജലം ശുദ്ധീകരിച്ച് കൊണ്ടുള്ള മെഷീനറി വെച്ചുകൊണ്ട് വേണം കാനയിലേക്ക് വിടുന്നുണ്ടെങ്കിൽ തന്നെ അങ്ങനെ വേണം വിടുന്നതിന്. ഇതിന് മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കണമെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു. ഇതെല്ലാം പരിശോധിച്ചു കൊണ്ട് മാത്രമേ ഒരു ഹോട്ടലുകൾക്കോ വൻകിട പ്രസ്ഥാനങ്ങൾക്കോ ലൈസൻസ് കൊടുക്കാവൂ. ആ മാനദണ്ഡമെല്ലാം കാറ്റിപ്പറത്തിക്കൊണ്ട് കൈക്കൂലി വാങ്ങിക്കൊണ്ട് ഇതിന് വഴിവിട്ട രീതിയിൽ ചെയ്തു കൊടുക്കേണ്ട ഫലം അനുഭവിക്കേണ്ടത് നമ്മൾ നാട്ടുകാരാണ്, അങ്കമാലിക്കാരാണ്. അങ്കമാലി വരുന്ന സകല ആൾക്കാരുമാണ് ഇതിൻ്റെ ഫലം അനുഭവിക്കേണ്ടത്. അങ്കമാലി മാർക്കറ്റിൻ്റെ ബാക്കിൽ മാലിന്യ പ്ലാന്റ് വളരെ മനോഹരമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മാർക്കറ്റിൽ വരുന്ന വേസ്റ്റ് വെള്ളം മാത്രം ശുദ്ധീകരിച്ച് വിടുന്ന രീതിയിലാണ്. അത് കുറച്ചുകൂടി വിപുലീകരിച്ചുകൊണ്ട് ഈ വരുന്ന വെള്ളമെല്ലാം ശുദ്ധീകരിച്ച് വിടാനുള്ള സംവിധാനം കൂടി ചെയ്തെങ്കിൽ വളരെ ഭംഗിയായിരുന്നു. കാരണം ഈ വെള്ളമൊക്കെ എത്തിപ്പെടുന്നത് ഈ മാഞ്ഞാലി പുഴയിലേക്കാണ്. ഈ അങ്ങാടിക്കടവ്, ഈ പുഴയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അങ്കമാലിയിലെ രേഖകളിൽ എടുത്തു നോക്കിയാൽ കാണാൻ സാധിക്കും. ഇത് തണ്ണീർത്തടമാണ്, അതായത് ജലസ്രോതസ്സ്. അങ്കമാലി പട്ടണത്തിലൂടെ പല വാർഡുകളിലെയും പോകുന്ന ഈ ജലസ്രോതസ്സിൽ നിന്നാണ് നമ്മുടെ എല്ലാം മിക്കവാറും ആളുകളുടെ വീട്ടിലേക്ക് ഭൂഗർഭ ജലപാത കൂടി ഈ വെള്ളം കിണറിലേക്ക് എത്തുന്നത്. ഇത് അടിയിൽ വെച്ച് ഈ മാലിന്യ വെള്ളവും ഈ വെള്ളവും തമ്മിൽ കൂടിക്കുഴച്ച് ചെന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും ഇതിൻ്റെ പരിണാമസ്ഥിതി എന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞപ്പിത്തം, കോളറ, ഷിഗല്ല എന്നീ തുടങ്ങിയ മാരക രോഗങ്ങളുടെ കീടാണുക്കൾ നമ്മുടെ കിണറിലേക്ക് ഈ പുഴയിൽ നിന്നും ഉറവായിട്ട് ചെല്ലുന്നു. മഴക്കാലത്ത് പ്രത്യേകിച്ച് വെള്ളം കൂടി കരകവിഞ്ഞ് നിൽക്കുമ്പോൾ നമ്മുടെ ഭൂമിശാസ്ത്രപരമായി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിലേക്ക് എത്താൻ 100% ഉറപ്പാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ, ഈ വലിയൊരു ബണ്ട് കെട്ടിയപ്പോൾ നഗരസഭ എന്താ ചെയ്തത്? മുമ്പുണ്ടായ ഭരണാധികാരികൾ ചെയ്ത പണിയാണ്. ഈ ബണ്ട് പൊട്ടിച്ചുകൊണ്ട് ഈ കാണുന്ന അണ്ടവെള്ളം ഈ അങ്കമാലി പട്ടണത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ഹോട്ടൽ വേസ്റ്റുകൾ, സെപ്റ്റിക് ടാങ്ക് വേസ്റ്റുകൾ തുടങ്ങിയ ഈ കറുത്ത കരിക്കട്ട പോലിരിക്കുന്ന വെള്ളം, ഇത് ഈ കാന പൊട്ടിച്ച് ഇപ്പുറത്തേക്ക് നിങ്ങൾ കണ്ടോ, ഈ വെള്ളം അങ്ങാടിക്കടവിലൂടെ ഒഴുകുന്ന പുഴയിലേക്ക് വ്യക്തമായിട്ട് കൂടി കലർന്ന് ചേരുവാണ്. ഈ രണ്ട് കളർ കണ്ടില്ലേ? ഇതിൻ്റെ പരിണാമമായി ഇത് ഒഴുകുന്ന പുഴ ഒഴുകുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ ഇത് ഉറവ് വെള്ളമായിട്ട് ചെന്ന് നമ്മുടെയൊക്കെ കിണറിലേക്ക് വരുന്നു. നമ്മുടെ കൊച്ചുകുട്ടികളും നമ്മളെല്ലാം ഇത് കുടിച്ച് ഇതേപോലെ മഞ്ഞപ്പിത്തം, ഇപ്പോൾ അങ്കമാലി ടൗൺ കോളനി ഭാഗത്ത് മഞ്ഞപ്പിത്തം പടരുകയാണ്. പുതിയ റിപ്പോർട്ട് കിട്ടിയതാണ്. ഡെങ്കിപ്പനി ഏറ്റവും അധികം ഒരു കാലത്ത് റിപ്പോർട്ട് ചെയ്ത് 2 വർഷങ്ങൾക്ക് മുമ്പ് അങ്കമാലി മണ്ഡലത്തിലാണ്. അങ്ങനെ മലേറിയ, അങ്ങനെ പല രോഗങ്ങളും വിട്ടുമാറാത്ത പനി, ഇതെല്ലാം നമ്മുടെ ജലത്തിലൂടെയാണ് വരുന്നത്. എല്ലാവരും തിളപ്പിച്ചാറ്റി വെള്ളം കുടിക്കണവരൊന്നുമല്ല. ഇതാരും അറിയുന്നില്ല. ഈ അങ്ങാടിക്കടവിലേക്ക് ഇത്ര വൃത്തിഹീനമായ വെള്ളം, അങ്കമാലി പട്ടണത്തിൻ്റെ പല ഭാഗത്തു നിന്നും വരുന്ന വെള്ളം ഇതേപോലെ പോക്കൃത്തരം നമ്മുടെ ഭരണാധികാരികൾ ബണ്ട് പൊട്ടിച്ചുകൊണ്ട് അങ്ങാടിക്കടവ്
പുഴയിലേക്ക് ഈ മാലിന്യം ഒഴുക്കി വിടുന്നത് ആരോഗ്യ വകുപ്പിൻ്റെ ആളുകൾ ഇത് കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ കസേരയിൽ നിന്ന് ജനങ്ങളുടെ നികുതി പണം വാങ്ങിച്ച് ഫുഡ് അടിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല. കാരണം നിങ്ങൾ ചെയ്യേണ്ട ജോലിയാണ് ഇതെല്ലാം. ഓരോ ഹോട്ടലിൽ കർശനമായി നടപടിയെടുത്ത് പരിശോധന നടത്തിയിട്ട് മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റ് വെച്ചിട്ട് വെള്ളം സംസ്കരിച്ച് കാനകളിലേക്ക് വിട്ടോട്ടെ, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. ഇത് കാലാകാലമായി ഇവിടേക്ക് വെള്ളം ഒഴുകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാനകൾ നിർമ്മിച്ചിരിക്കുന്നത് ഇതുപോലെ പൊതുമാലിന്യമോ സെപ്റ്റിക് ടാങ്ക് മാലിന്യമോ തള്ളിവിടാനുള്ളതല്ല. ഇത് മഴവെള്ളം പോകുന്നതിന് വേണ്ടിയാണ്. പണ്ട് കാലത്ത് ഞാൻ പറഞ്ഞല്ലോ, മുമ്പ് പറഞ്ഞ പോലെ തന്നെ പണ്ട് കാലത്ത് ഇത്തരം ഹോട്ടലുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. അന്നാളിൽ ഈ വെള്ളം ഇങ്ങനെ ഒഴുകി പോയപ്പോൾ ഇത്രയും ബാധിക്കില്ലായിരുന്നു. ഇതിൻ്റെ ഫലമായിട്ട് പുഴവെള്ളം മാലിന്യമാവുന്നു, മത്സ്യസമ്പത്ത് നശിക്കുന്നു. അങ്ങനെ പ്രകൃതിക്ക് ദോഷം വരുന്ന രീതിയിൽ പല കാര്യങ്ങളും നടക്കുന്നു. ഇപ്പോൾ മഴക്കാലമാണ്. ഇതൊന്നും നിങ്ങൾ പരിശോധിക്കുന്നില്ലെങ്കിൽ പിന്നെ ഈ തദ്ദേശ സ്വയംഭരണ വകുപ്പെന്നും പറഞ്ഞ് ഇങ്ങനെ ഒരു വകുപ്പിൻ്റെ ആവശ്യമുണ്ട്. അവിടെ ആരോഗ്യത്തിൻ്റെ ഹെൽത്ത് വിഭാഗം ആൾക്കാരുടെ ആവശ്യമില്ല. എലിപ്പനിക്ക് കാരണമായ ലെപ്റ്റോസ്പൈറ എന്ന അണു അത് എലിയുടെയും പൂച്ചയുടെയൊക്കെ മലമൂത്ര വിസർജനത്തിലാണ്. 1 മില്ലി ലിറ്റർ മൂത്രത്തിൽ 100 ദശലക്ഷക്കണക്കിന് രോഗാണുക്കൾ ഉണ്ടെന്നാണ് പഠനം പറയുന്നത്. നമുക്കറിയാം നമ്മുടെ ഓടകളിലൊക്കെ എത്രമാത്രം എലികളുണ്ട്. ഈ എലികളുടെയൊക്കെ മലമൂത്ര വിസർജനം ഈ ഓടകളിൽ വന്ന് ഇതെല്ലാമാണ് ഈ അങ്കമാലിയിലെ ജലസ്രോതസ്സിലേക്ക് തിരിച്ചുവിടുന്നത്. അത് വ്യക്തമായ ആരോഗ്യ വകുപ്പിൻ്റെയും അങ്കമാലി നഗരസഭയുടെയും അറിവോടുകൂടിയാണെന്നുള്ളതാണ് സങ്കടപരമായ കാര്യം. കാരണം അങ്കമാലി നഗരസഭ അറിയാണ്ട് ഇത്തരത്തിൽ ഈ വെള്ളം അങ്കമാലി പട്ടണത്തിലൂടെ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ചുകൊണ്ട് മാർക്കറ്റ് വഴി വ്യക്തമായ രീതിയിൽ അത് ആ ബണ്ട് റോഡ് പൊട്ടിച്ച് മാഞ്ഞാലി പുഴയിലേക്ക് തന്നെ ഒഴുക്കി വിടുമ്പോൾ അതിനൊക്കെ തന്തയില്ലായ്മ തരുമെന്നല്ലേ പറയാൻ പറ്റുള്ളൂ. ജനങ്ങളുടെ നികുതിപ്പണം മേടിച്ചുകൊണ്ട് ഈ അധികാര കസേരയിൽ കയറിയിരിക്കുന്ന ആളുകൾ ഇതേപോലെ ജനങ്ങളെ ഈ വക രോഗത്തിലേക്ക് തള്ളിവിടുന്ന രീതിയാണ്. ഇത് മഴക്കാലമാകുമ്പോൾ നമുക്കറിയാം മണ്ണിൻ്റെ സുഷിരങ്ങളിലൂടെ ജലസ്രോതസ്സുകളിലേക്ക് ഈ മലിനജലം ഇറക്കിക്കൊണ്ട് ഇത്തരം ബാക്ടീരിയകൾ നമ്മളെല്ലാം കിണറിലേക്ക് ഉറവുവെള്ളം വഴി എത്തുകയും നമ്മളെല്ലാം രോഗത്തിന് അടിമപ്പെടുകയും ചെയ്യും. അതൊക്കെ പൊതുജനങ്ങളായ നമ്മൾ മാത്രം ശ്രദ്ധിക്കേണ്ട കടമയാണ്. നിങ്ങൾ സൂക്ഷിക്കുക നിങ്ങളുടെ ആരോഗ്യം. നഗരസഭ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി ഒരു ചുക്കും ചെയ്യില്ല. ഉപദേശം മാത്രമുള്ളൂ, ഉപകാരമില്ല, പ്രവൃത്തിയില്ല, വെറുതെ വാചകവടി മാത്രം.